മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഫോട്ടോയും വന്നല്ലോ. ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മുടന്തിൻ്റെ ഞങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. മറ്റൊരു വിഷയം, കൊച്ചിയിലെ മേയറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ എന്താണ് ഒരു പരിഹാരം ഉണ്ടാവും? കോൺഗ്രസിൻ്റെ 4 സ്ഥലങ്ങളിലാണ് മേയർമാരുള്ളത് ഉണ്ടാകുന്നത്. അതിൽ കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി നിശ്ചയിച്ചത്. ഹഫീസിൻ്റെ പേര് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഹഫീസ് മേയറാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്ത് ഇലക്ഷൻ മത്സരിച്ചത്. തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ പേരും പ്രഖ്യാപിച്ചിരുന്നു. ശബരിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല. ബാക്കി 3 സ്ഥലങ്ങളിൽ മേയർമാരെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും ഒന്നിലേറെ പേരുകൾ വന്നിട്ടുണ്ട്. കൊച്ചിയിലും ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കും. ആ പേരിൽ പിന്നെ ദീപ്തി മേരി വർഗീസിനൊരു അസംതൃപ്തി വരുന്ന വിധത്തിലേക്കൊക്കെ ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. അല്ല, വീഴ്ചയൊന്നും പറയാനായിട്ടില്ല. വീഴ്ചയൊന്നും അവര് പറയുന്നത് KPCC ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പരിഗണന നൽകണം, അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകണം. ഇതെല്ലാം കൂടി പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെന്താണ് ദീപ്തിക്കെതിരായി വന്നത്? ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. ഈ കാര്യങ്ങൾ ദീപ്തിയെ ബോധ്യപ്പെട്ടില്ല. മാത്രമല്ല അവിടെ കോർ കമ്മിറ്റി ചേർന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അതൊക്കെ പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പം? എന്താ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞേ, 5 സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാണ്. ഇപ്പോഴാണ് തൃശ്ശൂരിലുള്ളത് ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്നാണ് തീരുമാനിച്ചത്. ദീപ്തി മേരി വർഗീസിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട് മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. ആ പരാതി പരിശോധിക്കും, പക്ഷേ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയുള്ളത് അത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആരോപണം ഒരിടത്ത് മാത്രമാണ് നേരത്തെ മേയർ ആരായിരിക്കും എന്ന തരത്തിലേക്കൊരു പ്രഖ്യാപനം ഉണ്ടായത്. മറ്റൊരിടത്തും അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.